പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നെഹമ്യാവ് തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ ദയ ലഭിക്കുമാറാക്കണമേ. നെഹമ്യാവ് ദൈവസന്നിധിയിൽ എന്ത് പ്രാർത്ഥിച്ചുവോ തന്റെ ആ പ്രാർത്ഥനാ വിഷയത്തിന് മുൻപാകെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ യെരുശലേമിലേക്കുള്ള തന്റെ യാത്രകൾ അനുകൂലമായി തീർന്നു. തന്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കരം അനുകൂലമായി ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ അതെ, ആ വിശ്വാസത്തോടു കൂടിയാണ് നെഹമ്യാവ് മുൻപോട്ട് പോകുവാനിടയായത്. അപ്പോ പ്രശ്നങ്ങൾ കടന്നു വന്ന സമയങ്ങളിൽ സൻബല്ലത്തും തോബിയവും ഒക്കെ പരിഹാസത്തോടുകൂടെ നിൽക്കുമ്പോഴും നെഹമ്യാവ് ഉറപ്പോട് പറയുകയാണ്: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. രാജാവിന്റെ മുൻപിൽ തനിക്ക് ദയ ലഭിക്കുമാറാക്കിയ കർത്താവ് അതെ, സൻബല്ലത്തും തോബിയാവും ഒക്കെ പരിഹസിക്കുന്ന പരിഹാസത്തോടുകൂടി നോക്കിക്കാണുന്ന വിഷയങ്ങൾക്ക് നടുവിലും എനിക്ക് കാര്യങ്ങളെ സാധിപ്പിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസത്തോടുകൂടിയ മുൻപോട്ട് പോയ അത് നെഹമ്യാവിന്റെ ജീവിതത്തിൽ ആ യെരുശലേമിന്റെ പണികളെ പൂർത്തീകരിച്ചു കൊടുത്ത ദൈവം അതെ, ദൈവവേദന ഈ വചനങ്ങളിലൂടെ ഈ പ്രഭാതത്തിൽ കർത്താവ് സംസാരിക്കുകയാണ്. ഇന്ന് ആമേൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അല്ലെ കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് നമ്മുടേതായ പലവിധമായ കാര്യങ്ങൾക്ക് നടുവിലും ദൈവം ചില കാര്യങ്ങളെ സാധിപ്പിച്ചു നൽകുമെന്നാണ് ഇന്ന് പകൽ ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ആകയാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വാസത്തോടു കൂടി പറയാം: ഇന്ന് എന്റെ വിഷയത്തിന് വിടുതലാണ്, ഇന്ന് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടു കൂടി പറയാം. അതേ, കർത്താവിന്റെ വചനം പറയുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവ് നമ്മെ ലജ്ജിപ്പിക്കത്തില്ല, നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരും. ഇന്ന് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.